നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 536th day. Today 7th sloka of 2nd chapter, Pradhama Skandha. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 536 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. വാസുദേവി ഭഗവതി ഭക്തിയോഗപ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തദഹൈതുകം. ഓം തത്സത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തദഹൈതുകം. ഓം തത്സത്. ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനായ ആ വാസുദേവനിൽ ഭക്തിയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കാരണങ്ങളോട് ഒന്നും ഇല്ലാത്ത, ഹേതുവാദങ്ങളോടൊന്നും കൂടാത്തതായിട്ടുള്ള ആത്മജ്ഞാനത്തെയും വിരക്തിയെയും അത് ഉണ്ടാക്കിത്തരും. വൈരാഗ്യവും വിരക്തിയും ഉണ്ടായി നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ആ ഭഗവാനോടുള്ള ഭക്തി ഒന്നു മാത്രം മതി നമുക്ക് ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം ലഭിക്കുവാൻ. യജ്ഞം, ദാനം, തപസ് ഇവയൊക്കെ കൊണ്ട് വളരെയധികം വിഷമിച്ച് കിട്ടുന്ന ജ്ഞാനമാണ് മോക്ഷഹേതു. മോക്ഷം എന്നാൽ ആ ഭഗവാനിൽ ലയിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആ മോക്ഷം ഭക്തി ഒന്നുകൊണ്ട് മാത്രം സിദ്ധിക്കുന്നത് എങ്ങനെ എന്നുള്ള സംശയം ഈ ശ്ലോകത്തിലൂടെ തീർക്കുകയാണ്. അതായത് ഭക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഭഗവാനെ മാത്രം പ്രാപിക്കണം എന്നുള്ള ചിന്തയുണ്ടാവുകയും മറ്റുള്ളവയിലെല്ലാം ഉള്ള താല്പര്യം കുറയുകയും ചെയ്യും. ഈ ലൗകികങ്ങളോടുള്ള, ലൗകിക വസ്തുക്കളോടുള്ള ആരാധനയും ലൗകികങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ വരുന്ന ദേഷ്യവും ഒക്കെ കുറഞ്ഞ് എപ്പോഴും ആ ഭഗവാൻ മാത്രം മതി, ഭഗവാനിൽ മാത്രം ലയിക്കണം, ഭഗവാനെ പറ്റിയുള്ള ചിന്ത, അങ്ങനെയുള്ള ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലണം, ഭഗവത് ഭക്തന്മാരോട് സന്ധിക്കണം, അങ്ങനെയുള്ള സത്സംഗങ്ങൾ ലഭിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് എപ്പോഴും ആ ഭഗവാൻ തന്നെ ഭക്തി ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ മറ്റുള്ള വസ്തുക്കളോടുള്ള, ലൗകികങ്ങളായിട്ടുള്ള വസ്തുക്കളോടുള്ള ആരാധന കുറയുകയും ഭഗവത് ചിന്ത എപ്പോഴും ഉണ്ടാവുകയും അങ്ങനെ വിരക്തിയും വൈരാഗ്യവും ഒക്കെ സിദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിരക്തിയും വൈരാഗ്യവും സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷത്തിന് ഹേതുവാവുകയും ആ പരമാർത്ഥജ്ഞാനം മനസ്സിലാക്കി മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ആത്മസ്വരൂപജ്ഞാനം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ ആത്മസ്വരൂപജ്ഞാനം ഭക്തിയിലൂടെ ജ്ഞാനം ലഭിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തദഹൈതുകം. വൈരാഗ്യവും ജ്ഞാനവും ഒക്കെ ഉണ്ടാക്കുന്നു, ജനയത്യാശു ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.
ഓം തത്സത്.